കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പകൽ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനും രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ ധന്യമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. 125 സങ്കീർത്തനം 1 വാക്യം 2 വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. Those who are trust in the Lord are like Mount Zion, which cannot be shaken but endures forever. As the mountains surrounded Jerusalem, so the Lord surrounds his people both now and forevermore. ഈ തിരുവചനത്തിൽ കാണുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിപ്പോകുകയില്ല. ജീവിതത്തിൽ കുലുങ്ങിപ്പോകുന്ന പലവിധ പ്രയാസങ്ങൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതുപോലെ മനുഷ്യർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായ പ്രതിസന്ധിയും പ്രതികൂല അനുഭവങ്ങൾ കടന്നു വരും. കാരണം ഈ ലോക ജീവിതം മനുഷ്യൻ ദൈവമക്കൾക്ക് ശാശ്വതമല്ല. ഈ ലോക ജീവിത യാത്രയിൽ ദുർഘടമേറിയ അവസ്ഥകളാണ് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ, പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകങ്ങളിലും വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് പൂർവ്വപിതാക്കന്മാരായ ഭക്തന്മാർ അവരുടെ ജീവിതയാത്രകൾ മുഴുവനും അതുപോലുള്ള അനുഭവങ്ങളായിരുന്നു എന്നത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എക്സാമ്പിൾ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, യോസെഫ് തുടങ്ങിയുള്ള ഭക്തന്മാർ, മോശ, ഏലിയാവ്, എലീശ തുടങ്ങി സകലവരുടെ അവസ്ഥകൾ അങ്ങനെയായിരുന്നു. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് അനുഭവിച്ചതും അതുപോലുള്ള അവസ്ഥകളായിരുന്നു. തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും യേശു കർത്താവിൻ്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവരുടെ ജീവിതത്തിൽ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അനുഭവിച്ചതും അതുതന്നെയായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ ഏറ്റവും അധികം സാക്ഷീകരിച്ച കർത്താവിൻ്റെ ദാസനായ പൗലോസിൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കുവാൻ ഇടയായിട്ടുള്ളത്. ആകയാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അല്പപ്രയാസങ്ങൾ ഉണ്ടായെന്ന് വരാം. കർത്താവ് തന്നെ പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ച കർത്താവ്. ആ യേശു കർത്താവ് നമ്മെ ധന്യമായി സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിപ്പോകാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. Those who are trust in the Lord, അവർ സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, അവർ just like Mount of Zion, സിയോൻ പർവ്വതം പോലെയാകും ആയിരിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതിൽ 2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്ന്. As the mountains surround Jerusalem, so the Lord surrounds his people both now and forevermore. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവമാണ്, കർത്താവിൻ്റെ ജനത്തെ പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ കർത്താവ് വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു പിക്ചറിലോ ഒരു സ്റ്റാച്യൂലോ അടങ്ങിയിരിക്കുന്നതല്ല. നമ്മുടെ കർത്താവിൻ്റെ അളവ് എന്ന് പറയുന്നത്, സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഹെവൻ ഈസ് ദ സീറ്റ് ഓഫ് ഗാഡ് ആൻഡ് എർത്ത് ഈസ് ദ ഫുഡ് സ്റ്റെപ്പ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പാദപീഠമാണ് ഭൂമി. അത്രത്തോളം ഉന്നതനായ അത്യുന്നതനായ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ കർത്താവിൽ ആശ്രയിച്ചിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ചുറ്റിലും ഒരു അവിടെ പർവ്വതങ്ങൾ യെരൂശലേമിന് ചുറ്റപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്ക് ചുറ്റിലും ഒരു ചുറ്റുമതിലായിരുന്ന് കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. യോബിൻ്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. സഖറിയ പ്രവചനം 2 വാക്യത്തിൽ, ദ ബുക്ക് ഓഫ് സഖറിയ ചാപ്റ്റർ 2 വേഴ്സ് 5, അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം നമുക്ക് ചുറ്റിലും ഒരു തീ മതിലായിരിക്കും, വാൾ ഓഫ് ഫയർ ആയിരിക്കും എന്നാണ്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ ഇവരെ കാക്കുകയും സൂക്ഷിക്കുകയും ഈ ദിവസം അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സർവശക്തിയുടെ പിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുന്നു. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അങ്ങയുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കണം, ദൈവം സൂക്ഷിക്കണം. പർവ്വതങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവമേ, യെരൂശലേമിന് ചുറ്റിലും പർവ്വതങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നത് പോലെ ഇന്നു മുതൽ എന്നേക്കും കർത്താവെ അങ്ങ് തൻ്റെ ജനത്തെ ചുറ്റിക്കൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഒരു ചുറ്റുമതിലായി കർത്താവ് കൂടെ ഉള്ളതിനായി സ്തോത്രം, പരിപാലിക്കുന്നതിനായി സ്തോത്രം. പുകഴ്ചയും സ്തോത്രവും അങ്ങേക്ക് തരുന്നു. ആപത്തുകൾ, അപകടങ്ങൾ, പ്രയാസ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ എല്ലാത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.